അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിച്ച് എങ്ങനെയാണ് ആഗ്രഹങ്ങൾ പൂർത്തിയാവുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ബഹുമാനം, ഭക്തി യോഗം അവിടെ വരുന്നുണ്ട്. അതുപോലെ ബ്രഹ്മ എന്ന ഒരു സങ്കല്പം അവിടെ വരുന്നുണ്ട്. ശ്വാസത്തെ ആശ്രയിക്കുന്നുണ്ട്. പ്രാണായാമത്തിലൂടെയാണല്ലോ മന്ത്രം ജപിക്കുക. ഓരോ അക്ഷരങ്ങളും നമ്മൾ അക്ഷരം നാവ് കൊണ്ടിടുമ്പോൾ അല്പാണ് വെളിയിൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള ആളിന് എങ്ങനെയാണ് ആഗ്രഹം നടക്കുക? നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ദശപ്രാണനാണെന്നറിയാം, അല്ലേ? ആ ദശമഹാവിദ്യ എങ്ങനെ ഉണ്ടാവുക? ദശമഹാദേവി സങ്കല്പത്തിലൂടെ. അത് ആധ്യാത്മികതയിലുള്ളതാണ്, ആദ്യ പാഠമാണ്. ശരിക്കും ദശമഹാവിദ്യകൾ ദശപ്രാണനാണ്. ഈ ദശപ്രാണൻ തന്നെയാണ് ഈ ഭൗതികത്തിൽ നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആ ശ്വാസരൂപേണ നമ്മൾ അതിൽ നമ്മുടെ ബോധം കണക്ട് ചെയ്യുമ്പോൾ അത് മറ്റു വ്യക്തികളിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ നമ്മളിൽ എത്തുകയാണ് ചെയ്യുക. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഉദാഹരണം കാളിയെ ഉപാസിക്കാന്ന് കരുതുക. ഈ കാളിയെ ഉപാസിക്കുന്ന ആർക്കാണ് പറഞ്ഞേക്കുന്നത്? ധൈര്യം, വീര്യം, പരാക്രമം കുറഞ്ഞ വ്യക്തികൾക്കാണ്. അതുകൊണ്ടാണ് കളരി പരമ്പരയിൽ കാളിയെ വിളക്ക് കത്തിച്ചുകൊണ്ട് തുടങ്ങുന്നത് പോലും. അപ്പം ധൈര്യം, വീര്യം, പരാക്രമം ക്ഷയിച്ചു പോയ, തൻ എതിരാളിയുടെ മുന്നിൽ പരാജയപ്പെടുന്ന, തനിക്ക് മാത്രം നാശം വരുന്ന ശത്രുക്കൾ അനേകമുള്ളവർക്ക് എന്താ പറയുക? കാളി പൂജയാണ് പറയുക, കാളി ഉപാസനയാണ് പറയുക. അപ്പം കാളിയുടെ രൂപം എന്താണ്? കാളി മേഘ സമപ്രഭം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതം കട്കം കേടം കപാലം ദാരിക ശിരാകൃത്വാകരാഗ്രേഷു ച ഭൂതപ്രേത പിശാച് മാതൃസഹിതാം മുണ്ടസ്ത്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപദാം സംഹാരണീമീശ്വരി. കണ്ടോ, ആരെയാണ് സംഹരിക്കേണ്ടത്? ദുഷ്ടമസൂരികാതിവിപദാം. അപ്പോൾ ആരാണ് ആ രൂപം? എന്താണ്? അപ്പോൾ അത് ദേവസങ്കല്പത്തിൽ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും ബ്രഹ്മമല്ലത്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്വാസത്തെ ബഹുമാനിക്കുകയാണ്, ദശപ്രാണനെ ബഹുമാനിക്കുകയാണ്. ആ ദശപ്രാണൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് ബ്രഹ്മരഹസ്യമാണ്. അതിലേക്ക് പോകുന്നതിന് ഇത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മേ മഹാമായേ, മായയിൽ മറയ്ക്കപ്പെട്ടുകൊണ്ട്, മായയിൽ ഇരുന്നു കൊണ്ട് നീ ജീവിക്കുക, മായയിൽ ശക്തി പ്രാപിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തിയിലേക്ക് കടക്കുന്നത് ആ ഒരു പ്രാണനെ ആശ്രയിച്ചുകൊണ്ട്. ഇപ്പം നിങ്ങൾ ആ രൂപം സങ്കല്പിക്കുമ്പോൾ ചുമന്ന നിറമാണ്, ആ ഉഗ്രരൂപിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉപാസന നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോധം എങ്ങോട്ടൊക്കെയായിരിക്കും പോവുക? ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമി തത്വമായാലും ശരി, ശരീര തത്വമായാലും ശരി, ധനതത്വമായാലും ശരി, ആക്രമണ തത്വമായാലും ശരി, അത്തരം വാസനകൾ കുടികൊള്ളുന്ന മൂലാധാര മർമ്മമാണ്. ആ മൂലാധാര മർമ്മ നിറം എന്താണ്? ചുമപ്പാണ്. കാലിയുടെ നിറം എന്താണ്? ചുമപ്പാണ്. അപ്പോൾ ചുമന്ന ആ ഒരു രൂപത്തിലേക്ക് നിങ്ങളുടെ ബോധം പോകുമ്പോൾ നിങ്ങളുടെ ബോധം ഓൾറെഡി മൂലാധാരത്തിൽ ഭൂമി ബന്ധത്തിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം നിങ്ങൾ മൂലാധാര മർമ്മത്തിൽ ഇരുന്നു കൊണ്ട്, അതിൻ്റെ തത്വത്തിലിരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ ഈ ദശപ്രാണൽ, ആ യഥാർത്ഥ അവിടെ ഇടപെടേണ്ട പ്രാണൻ അവിടെ ഇടപെടുകയാണ് ചെയ്യുക. ആ പ്രാണനിലാണ് നിങ്ങൾ ലയിക്കുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള ആളിലൂടെ നിങ്ങൾക്ക് എന്താണോ അവിടെ അപ്ലൈ ചെയ്തത് അവിടെ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഭൗതികത്തിലെ എല്ലാ ആഗ്രഹങ്ങളും മന്ത്രജപത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. യഥാർത്ഥ സത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവൻ്റെ ഒരു ആദ്യത്തെ പടി മാത്രമാണവ.